പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മജ്‌ലിസിനെ ഖബൂലാക്കി തരുമാറാകട്ടെ. ഒരുപാട് സമയം നിൽക്കാൻ പറയുന്നത് കൂടുതൽ സമയമെടുത്ത് പ്രയാസപ്പെടുത്തുന്നില്ല. ഇന്ന് ഈ നാടിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ആഘോഷമായിട്ടാണ് ഞാനിവിടെ വന്നപ്പോൾ കണ്ടത്. പ്രിയപ്പെട്ട കൂട്ടുകാരായ ഉസ്താദുമാർ എന്ന വിഷയം പഠിപ്പിച്ചപ്പോൾ ഇത്രയും ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല. പക്ഷേ ഇവിടെ എത്തിയപ്പോൾ ഇതൊരു വലിയ ഉത്സവമായിട്ട് തന്നെ നമുക്ക് കാണാൻ സാധിച്ചു എന്നതാണ്. അൽഹംദുലില്ലാഹ്, നമ്മുടെ നാട്ടിൽ ഖാജ തങ്ങളുടെ പേരിൽ വ്യത്യസ്തമായ രൂപത്തിൽ നല്ല ചന്തത്തോടുകൂടെയുള്ള നല്ലൊരു സ്ഥാപനം ഇവിടെ നിലനിന്നു. അൽഹംദുലില്ലാഹ്, ഇൻഷാ അല്ലാഹ് അടുത്ത വർഷം പരിപാടി സംഘടിപ്പിക്കുന്നതിന് മുമ്പ് ഈ സ്ഥാപനം പെയിന്റ് ചെയ്ത് കാണണം. നടക്കൂലേ? ഇൻഷാ അല്ലാഹ്. ഏതൊരു സംഗതിന്റെയും സന്തോഷം, കൺകുളിർമ എന്ന് പറയുന്നത് നല്ല വസ്ത്രമാണ്, അല്ലേ? അതാണ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിങ്ങൾ വൃത്തിയോടുകൂടെ നടക്കണം. വൃത്തിയുടെ ഭാഗമാണ് നല്ല വസ്ത്രം ധരിക്കുക. ഏത് കിളവത്തിയും നല്ല പുതിയ വസ്ത്രം ധരിച്ചാലും നല്ല ചന്തം ഉണ്ടാവും കാണാൻ. അപ്പൊ നമ്മുടെ മദ്രസയുടെ ചന്തം, ഭംഗി, സൗന്ദര്യം എന്ന് പറയുന്നത് അത് തീർത്തും നല്ല പെയിന്റ് ഇവിടെ വരണം. അതിന് പറ്റിയ ആളുകൾ ഇവിടെ ഉണ്ടാവും. ഇൻഷാ അല്ലാഹ് അതിവൈകാത്ത വേളയിൽ തന്നെ ഈ സ്ഥാപനത്തിന്റെ പണി പൂർണ്ണമായിട്ടില്ല, നമുക്കറിയാം, കുറച്ചും കൂടെ ഉണ്ട്. അത് പൂർത്തീകരിക്കണം. അതിന്റെ മുമ്പ് തന്നെ ഇതൊരു ചന്തം തുളുമ്പുന്ന രൂപത്തിലുള്ള, റോഡിലൂടെ സഞ്ചരിക്കുന്ന ആളുകൾക്ക് സൗന്ദര്യം ലഭിക്കുന്ന രൂപത്തിലുള്ള ഒരു സ്ഥാപനമായി മാറണം. ഈ പരിസരത്തൊന്നും ഈ രൂപത്തിലുള്ള സ്ഥാപനം ഞാൻ കണ്ടിട്ടില്ല. കാരണം ഇതിന്റെ ഒരു എടുപ്പും അതേപോലെ തന്നെ ചിട്ടയും പരിസരവും ഒക്കെ എല്ലാ നിലക്കും അനുകൂലമാണ്. ഞാനിവിടെ ആദ്യം വന്നപ്പോൾ സാധുമാരോടൊക്കെ പറഞ്ഞിട്ടുണ്ട്, നല്ല ഐശ്വര്യം ലഭിക്കുന്ന രൂപത്തിലുള്ള പരിസര പ്രദേശത്തെയാണ്. അതൊക്കെ നിങ്ങളിൽ നിന്നുള്ള ഓരോരുത്തരുടെയും വിയർപ്പിന്റെ ഗന്ധമാണ്. എനിക്കറിയാം, ഈ സ്ഥലത്തിന് മാത്രം 40 ലക്ഷം രൂപ ചെലവായിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് അതൊക്കെ നിങ്ങളിൽ നിന്ന് പിരിച്ചതാണ്. കുറച്ച് മാത്രമേ കൊടുക്കുന്നുണ്ടായിട്ടുള്ളൂ. ഈ ഒരു സന്തോഷം എനിക്ക് ഇവിടെ വന്നപ്പോൾ കാണാൻ സാധിച്ചു. അൽഹംദുലില്ലാഹ്, കൂടുതൽ നീട്ടി ദീർഘിപ്പിച്ച് സംസാരിക്കുകയല്ല. നമുക്കറിയാം, അഷ്റഫുൽ വജൂദ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മദിനം കൊണ്ടാടുന്ന ഈ വേളയിൽ ഹബീബായ തങ്ങളെ കൊണ്ട് ശിഫ ലഭിക്കാത്ത, ഹബീബായ തങ്ങളെ പിടിച്ചിട്ട് മാറാത്ത ഒരു അസുഖവും ഇല്ല. നമുക്കറിയാം, നമ്മളെല്ലാവരും അങ്ങോളം ഇങ്ങോളം കേൾക്കുന്ന ഇമാം ബൂസൂരിയുടെ ബുർദ. ആ ബുർദ രചിക്കാൻ ഇമാം ബൂസൂരി റളിയല്ലാഹു അൻഹു മഹാനവറുകൾ ഒരു കൊട്ടാര കവിയായിരുന്നു. നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരു കൊട്ടാരത്തിലെ നല്ല ശമ്പളം പറ്റുന്ന രൂപത്തിലുള്ള നല്ലൊരു കവിയായിരുന്നു. പക്ഷേ മഹാനവറുകൾക്ക് നല്ല ഒരു അസുഖം പിടിപെടുകയും മാറാവ്യാധി വരികയും മഹാനവറുകൾക്ക് എവിടെ പോയിട്ടും അതിന് ശമനം ലഭിക്കാതിരുന്നപ്പോൾ മഹാനവറുകൾ ഒരു തീരുമാനമെടുക്കുകയാണ്. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കുട്ടികളൊക്കെ സ്വലാത്തിലാണ് വർത്താനം പറയുന്നത്. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മഹാനവറുകളുടെ തങ്ങളുടെ ഒരു മദഹ് രചിക്കാൻ ഞാൻ തീരുമാനമെടുത്തു. ആ തീരുമാനത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് ഹബീബായ നബി തങ്ങളുടെ ബുർദ രചിക്കുകയും ആ ബുർദയുടെ ഏതാനും ഭാഗങ്ങൾ എത്തിയപ്പോൾ മഹാനവറുകൾക്ക് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വപ്നത്തിലൂടെ വന്നുകൊണ്ട് അതിന്റെ തുടർന്നുള്ള വരികൾ പറഞ്ഞു കൊടുക്കുകയും ചെയ്തു. നമുക്ക് എല്ലാവർക്കും അറിയാം, അത് കാരണമായിട്ട് മഹാനവറുകളുടെ അസുഖം പൂർണ്ണമായും ഭേദമായി എന്ന് ചരിത്രം പറയുന്നു. ഞാൻ പറഞ്ഞുകൊണ്ടുവരുന്നത്, ഹബീബായ റസൂലുള്ളാഹിയെ പരിഗണിക്കാതിരുന്നാൽ നമ്മുടെ
എല്ലാ നിരക്കുള്ള പരാജയത്തിനും അത് കാരണമാവും. അതാണ് അന്ത ഉമ്മുൻ അം അബൂ മാ റഅയ്നാ ഫീഹിമാ മിത്ല ഹുസ്നിക ഖദ്ദു യാ സയ്യിദി ഖൈറൻ നബി അസ്സലാത്തു അലൻ നബി വസ്സലാമു അലർ റസൂൽ അശ്ശഫീഇൽ അബ്തഹി വൽ ഹബീബിൽ അറബി. നബിയേ, എന്റെ വാപ്പയും ഉമ്മയും ഒക്കെ നിങ്ങൾക്ക് ധന്യമാണ്. അപ്പോ എല്ലാ നിലക്കും ഹബീബായ തങ്ങളെ പരിഗണിക്കുകയും ഹബീബായ തങ്ങളെ കൊണ്ട് ദുനിയാവും ആഖിറവും രക്ഷപ്പെടും എന്ന ഒരു ഉറച്ച വിശ്വാസത്തോടുകൂടെ നാം ഹബീബായ തങ്ങളെ മതിൽ പാടുകയും ചെയ്താൽ, അല്ലെങ്കിൽ പറയുകയും ചെയ്താൽ, ഇൻഷാ അല്ലാഹ് അതിന് ശമനമുണ്ടാകും. തീർച്ചയായും ഉത്തരം ലഭിക്കും. ഒരുപാട് സംഭവങ്ങൾ നിരത്താണ്ട് ഈ വൈകിയ വേളയിൽ ഞാൻ അതൊന്നും പറയുന്നില്ല. സംഘാടകർക്ക് നമുക്കൊക്കെ അത് ബുദ്ധിമുട്ടായി അവസരമായി തീരും. നമുക്കറിയാം, ഹബീബായ തങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാ വിഷയങ്ങൾക്കും അതിൻ്റെതായ പവിത്രതയുണ്ട്, പവറുണ്ട്. ഹബീബായ തങ്ങളുമായി ബന്ധപ്പെട്ട അല്ലേ, നമുക്കറിയാം ഏറ്റവും നല്ല വെള്ളേതാണ്, ദുന്യാവിന്റെ മുകളിൽ ഏറ്റവും നല്ല വെള്ളേതാണ്. മക്കളൊന്ന് പറയും, ഏറ്റവും നല്ല വെള്ളേതാണ് ഒരാൾ പറഞ്ഞു, വേറെ ആള് വേറെ എന്തെങ്കിലും ഉണ്ടോ? സംസം അല്ലേ? ഇങ്ങനെ ഒരുപാട് വെള്ളങ്ങളുണ്ട്. പക്ഷേ മഹാന്മാര് പാടി ഏറ്റവും നല്ല വെള്ളം എന്ന് പറയുന്നത് ഹൗദുൽ കൗസറൊന്നല്ല, മറിച്ച് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വിരലുകൾക്ക് ഇടയിലൂടെ വരുന്ന വന്ന വെള്ളമാണ് എന്ന് ചരിത്രം നമ്മോട് പറയുന്നു. പിന്നീടാണ് സംസമിനും കൗസറിനും അതുപോലെ തന്നെ നൈൽ നദിയിലെ വെള്ളത്തിനും ഒക്കെ പവറുള്ളൂ. അപ്പോൾ റസൂലുള്ളാഹിയുമായി ബന്ധപ്പെട്ട മുഴുവൻ കാര്യങ്ങൾക്കും പവറുണ്ട്. മനുഷ്യൻ ഇത്ര പവറുണ്ടാകാൻ കാരണം എന്താ? ഹബീബായ റസൂലുള്ള മനുഷ്യനായി മാറി. അപ്പൊ ഇങ്ങനെ എല്ലാ നിലക്കും ബന്ധപ്പെട്ട് കിടക്കുന്ന റസൂലുള്ളാഹിയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന മുഴുവൻ വസ്തുക്കൾക്കും അതിൻ്റെതായ പവിത്രതയും പോരിശയുമുണ്ട്. ഞാൻ കൂടുതൽ പറയുന്നില്ല. ഹബീബായ റസൂലുള്ളാഹിയോടുള്ള സ്നേഹം അത് മനസ്സിലാണ് വരേണ്ടത്, മനസ്സിലാണ്. മറിച്ച് വേറെ എവിടെയിലേക്ക് കാര്യമില്ല. ഹബീബായ തങ്ങളോടുള്ള സ്നേഹം വരേണ്ടത് അത് എവിടെയാണ്? ഖൽബിലാണ്. മദീന മലരെ പൂമലരെ ത്വാഹ യാസീൻ മഹബൂബേ, മദീന മലരെ പൂമലരെ ത്വാഹ യാസീൻ മഹബൂബേ, വരണം നബിയേ യാ റസൂലേ, വരണം തണിയേ യാ ഹബീബേ. അങ്ങനെ റസൂലുള്ളാഹിയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ വിഷയത്തിനും പരിഹാരമാണ്. അതുകൊണ്ട് ഈ റസൂലുള്ളാഹിന്റെ മജ്‌ലിസിൽ മുൻനിർത്തിക്കൊണ്ട് തന്നെ നിങ്ങൾ എല്ലാവരും കഴിയുന്ന ആളുകൾ തീരുമാനമെടുക്കണം. നമ്മുടെ ബിൽഡിംഗ് ഇതുപോലെ നിന്നാൽ പോരാ, നല്ല വെയിൽ കൊണ്ടാണ് ബിൽഡിംഗ് അതുപോലെ തന്നെ വാതിലുകളൊക്കെ നല്ല വിലപിടിപ്പുള്ള വാതിലാണ്. അത് നല്ല വെയിൽ കൊണ്ടാൽ അതിന് ക്ഷയം സംഭവിച്ചു പോകും. അപ്പോൾ നല്ല പെയിന്റ് കയറ്റണം, അപ്പോൾ നല്ല പെയിന്റ് അടിക്കണം. അതിന് വേണ്ട കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യണം. ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. ഇൻഷാ അല്ലാഹ് അടുത്തൊരു പരിപാടി ഇവിടെ നടക്കുമ്പോഴേക്ക് ഈ സ്ഥാപനം ലഭ്യമറിയണം. ഇവിടെ അതിന് പറ്റിയ ആളുകൾ ഉണ്ട് എന്ന് ഈ മജ്‌ലിസ് നമുക്ക് തെളിവാണ്. ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖിനെ റഫീഖാക്കി തരുമാറാവട്ടെ. നമ്മുടെ മജ്‌ലിസിൽ ഫാനിന്റെ കുറവ് നല്ലോണമുണ്ട്. പലരുടെ മുഖത്ത് കാണുന്നുണ്ട്. ഇവിടെയൊക്കെ സെപ്പറേറ്റ് വെച്ചിട്ടാണ്. അപ്പൊ ഒരു പരിപാടി വരുമ്പോൾ അവിടേക്ക് ഒന്നും ആവശ്യം ഉണ്ടാക്കാറില്ല. ഒക്കെ നമ്മുടെ മദ്രസയിൽ വേണം, അല്ലെങ്കിൽ സ്ഥാപനത്തിൽ വേണം. 3 ഫാന് ഇൻഷാ അല്ലാഹ് ഒരു സഹോദരൻ ഏറ്റിട്ടുണ്ട്. അല്ലാഹ് അർഹിക്കുന്ന പ്രതിഫലം നൽകണേ റഹ്മാനെ. അല്ലാഹുവേ, ഈ ഞെരുക്കം പിടിച്ച സമയത്തും സാമ്പത്തികപരമായി എല്ലാ നിലക്കും തളർച്ചയും ഞെരുക്കവുമാണ്. ഈ സമയത്തും നിന്റെ ദീനിനെ സഹായിക്കുന്ന ആളുകൾക്ക് ലഭിക്കുന്ന മുഴുവൻ ഖൈറാത്തുകളും ആ സഹോദരന് നീ കൊടുക്കണേ റഹ്മാനെ. അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടു പോയ ഒരുപാട് ആളുകൾ ഉണ്ടാവും. അവരുടെ ഖബറിലേക്ക് നിന്റെ കൊടുക്കണേ റഹ്മാനെ.
ഇതിന്റെ സന്തോഷത്തെ കാണിച്ചു കൊടുക്കണേ റഹ്മാനെ. ഇൻഷാ അല്ലാഹ് നിങ്ങളൊക്കെ മനസ്സിൽ കരുതണം, നമുക്ക് നല്ല മുബാറക്കായ മജ്ലിസാണ്. ഈ മജ്ലിസിൽ വെച്ച് നമുക്ക് ദുആ ചെയ്യണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മജ്ലിസുകളെ കബൂലാക്കി തരുമാറാവട്ടെ. ഇവിടെ പാടിയതും പറഞ്ഞതും സംഭാവന നൽകിയതും അതുപോലെ തന്നെ ശാരീരികമായി സഹകരിച്ചതും ഒക്കെ നമ്മിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല കബൂലാക്കി തരുമാറാവട്ടെ എന്ന് മാത്രം ഉണർത്തി ഇൻഷാ അല്ലാഹ് നമുക്ക് ഒരു യാത്രാ ബൈത്ത് മാത്രം ചൊല്ലി ഒരുപാട് മദീനകളിൽ നമുക്ക് പാടാനും പറയാനുണ്ട്. ഈ സമയം ഒരിക്കലും നമുക്ക് അനുയോജ്യമല്ല. അതുകൊണ്ട് തന്നെ യാത്രാ ബൈത്ത് പെട്ടെന്ന് പാടി നമുക്ക് ദുആ ചെയ്യാം. അല്ലാഹു സുബ്ഹാനഹു വ തആല കബൂലാക്കി തരുമാറാവട്ടെ. യാ അക്രമൽ ഖൽഖി മാ ലിമൻ ആലുദു ബിഹി സിവാക ഇൻദ ഹുലൂലിൽ ഹദീസിൽ ആമിമി മൗലായ സ്വല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം വലൻ യളിഖ റസൂലല്ലാഹി ജാബുക ബി ഇദൽ കരീം തആല ബിസ്മി മുൻതഖിമി ചൊല്ലു മൗലായ സ്വല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം ഫഇന്നാ മിൻ ജൂദിക ദുനിയാ വദറതഹാ വമിൻ ഉലൂമിക ഇൽമൽ ലൗഹി വൽ ഖലമി ചൊല്ലു മൗലായ സ്വല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം യാ നഫ്സു ലാ തഖ്നതി മിൻ സല്ലത്തിൻ അദമത് ഇന്നൽ കബായിറ ഫീൽ ഖുർആനി കല്ലമി മൗലായ സ്വല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം അല്ലാ റഹ്മതാ ബിഹിനാ യഖ്സിമുഹാ തർതി അലാ ഹസബി ഇസ്യാനി ഫിൽ ഖിസ്മി മൗലായ സ്വല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം യാ റബ്ബി വജ്അൽ റജാഇ ഗൈറ മുൻഅകിസി ലദൈക വജ്അൽ ഹിസാബി ഗൈറ മുൻഖാരിമി മൗലായ സ്വല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം വൽതുഫ് ബിഅബ്ദിക ഫീ ദാരൈനി ഇന്നാ ലഹു صبرا متى تدعوه الأهوال ينهزمي مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم لصحبي صلاة منك دائمة على النبي بمنحل ومنسجم مولاي صل وسلم دائما
دائما أبدا على حبيبك خير الخلق كلهم والآل وصحبه ثم التابعين لهم أهل التقى والنقى والعلم والكرم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم من ناحت عذاب البال ريح صبا وأقرب العصا حاد العيس بالنظام مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم ثم الرضا عن أبي بكر وعن عمر وعن علي وعن عثمان ذي الكرم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم سعد سعيد زبير طلحة وأبي عبيدة وابن عوف عاشر الكرم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. فلما آل أول موعده الكريم وحال مقدمه الشريف العظيم صاغ الصاموس البشارة بالبشارة لأهل الأرض أجمعين وما أرسلناك إلا رحمة للعالمين وإن ذلك حقت بأمه آمنة رضي الله عنها الملائكة الأبرار تحسبها بأجنيتها عن أعين الأغيار فوقف عن يمينها ميكائيل عليه السلام وبين يديها جبرائيل عليه السلام فلهم زجر بالتسبيح والتقديس والتهليل للملك الجليل وأقبلت الحور العين إلى أمه آمنة رضي الله عنها تبشرها بأنها من جميع المخاوف آمنة وتنوب عن القوابل البشرية وتبشرها بالسعادة الأبدية كالغرة القمرية وكالحق المحمدية أخذها المخاض واشتد بها آلامه فولدت النبي صلى الله عليه وسلم كأنه البدر في تمام. صلى الله على سيدنا محمد صلى الله عليه وسلم صلى الله على سيدنا محمد صلى الله عليه وسلم صلى الله على
سيدنا محمد صلى الله عليه وسلم يا رسول الله يا حبيب الله يا رسول الله يا حبيب الله يا نبي سلام عليكم يا رسول سلام عليكم يا حبيب سلام عليكم صلوات الله عليكم يا رسول الله يا حبيب الله يا رسول الله يا حبيب الله أشرق البدر علينا فاختفت منه البدور مثل حسنك ما رأينا قط يا وجه سروري يا رسول الله يا حبيب الله يا رسول الله يا حبيب الله الله أنت شمس أنت بدر أنت نور فوق نوري الله أنت كثير وغالي أنت مصباح صدوري الله مرحبا يا نور عيني مرحبا جد الحسين الله مرحبا أهلا وسهلا مرحبا يا خير داعي الله يا حبيبي يا محمد يا عروس الخافقين الله يا مؤيد يا ممجد يا إمام القبلتين الله من رأى وجهك يسعد يا كريم الوالدين الله حوضك صافي المبرد بالدنيا يوم النزول الله يا نبي سلام عليكم يا رسول سلام عليكم الله يا حبيب سلام عليكم صلوات الله عليكم رأينا العيسى حنا بالسرى إلا إليك والغمام قد أضل يا رسول الله والملا صلوا عليك يا حبيب الله مرحبا يا نور عيني مرحبا جد الحسين مرحبا أهلا وسهلا يا رسول الله مرحبا يا خير داعي يا حبيب الله وأتاك العود يبكي وتذلل بين يديك واستجارك يا حبيبي يا رسول الله عندك قضيت
خير النفور يا حبيب الله مرحبا يا نور عيني مرحبا جد الحسين مرحبا يا وسهلا يا رسول الله مرحبا يا خير داعٍ يا حبيب الله حينما شدوا المحامل وتنادوا لرحيلي جئت والدمع سائل يا رسول الله قلت قف يا دليل يا حبيب الله مرحبا يا نور عيني مرحبا جد الحسين مرحبا يا وسهلا يا رسول الله مرحبا يا خير داعٍ يا حبيب الله وتحمل لي رسائل أيها الشوق الجزيل نواديك المنازل يا رسول الله بالعشايا والبكور يا حبيب الله يا نبي سلام عليكم يا رسول سلام عليكم يا حبيب سلام عليكم يا رسول الله صلوات الله عليكم يا رسول الله نبي متعدل നബി മാറിയിലുള്ള താണിയേ തങ്ങളുടെ ശഫാഅത്തല്ലാതെ ഞങ്ങളിലില്ല ശഫീഅ കുല്ലു മൻ ഫിൽ കൗനി ആമു ബിക യാ ബാഗിൽ ജമീലോ فيك غرام واشتياق وحنين نبي متعدل നബി മാറിയുള്ള താണിയേ തങ്ങളെ ശഫാഅത്തല്ലാതെ ഞങ്ങളിലില്ല شفيعا في معانيك الأنام قد تباتت حائرينا أنت للرسل فتاه أنت للمولى شكور نبي متعدل നബി മാറിയിലുള്ള താണിയേ തങ്ങളെ ശഫാഅത്തല്ലാതെ ഞങ്ങളിലില്ല ശഫീഅ സ്വലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ് الصلاة والسلام عليك يا حبيب الله عبدك المسكين يرجو فضلك الجم الغفير فيك قد أحسنت ظني يا بشير يا نذير الصلاة والسلام عليك يا رسول الله الصلاة والسلام عليك يا
ഔവൽ മൈദരായി പാടച്ചു വച്ച മുഹമ്മദാ ബദറിലും ബദലെങ്കിടുന്നോരെ കാണുവാൻ വീതി ഏകല്ലാഹ് അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ് അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ് മഹ്ശറ മണ്ണിൽ എത്തും നേരത്ത് കൈവടിയല്ലേ യാ നബി മൗത്തിൻ നേരത്തും ഉമ്മത്തി എന്നോരത്തോരാണെന്റെ വാരിദി അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ് അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ് നബി സഫർ ചെയ്ത വാഹനം മൃഗമല്ലായി പാപികൾ ആഗ്രഹത്തോടടുത്തു വന്ന മരഭൂമല്ലായി ദോഷികൾ അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ് അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ് മരണമെന്ന ശരണക്കേട് തരണം ചെയ്യുന്ന നാളില് മന്നവാനിൻ റസൂലുള്ളാന്റെ കാവലേകു റബ്ബനാ അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ് അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ് ഇടുക്കമേറും ഖബറിനുള്ളിൽ അടക്കി മൂടുന്ന നേരത്ത് ഉടയവാനിൻ റസൂലുള്ളാന്റെ കാവലേകു റബ്ബനാ അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ് അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ് ആദീനി വഅജീരിനി യാ മുജീറു മിനസ്സഈർ യാ ഗിയാദി യാ മലാദി ഫീ മുലിമാത്തിൽ ഉമൂർ ഫസഅബ്ദുൻ ഖد تملى وانجلى عنه الهموم فيك يا بدر تجلى
صلى الله عليه وسلم كفيرا عني ذنوبي غفرا لسيئاتي صلى الله على محمد صلى الله عليه وسلم أنت غفار الخطايا والذنوب الموبقات صلى الله على محمد صلى الله عليه وسلم أنت ستار المساوي ومقيم العثرات صلى الله على محمد صلى الله عليه وسلم عليم سري وأخفى مستجيب الدعوات صلى الله على محمد صلى الله عليه وسلم ربنا ارحمنا جميعا لجميع الصالحات ربنا ارحمنا جميعا لجميع الصالحات ربنا ارحمنا جميعا لجميع الصالحات آمين 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 يا رب العالمين وسلم على النبي اللهم صل وسلم وبارك عليه സഹോദരങ്ങളെ ദുആ ചെയ്യുകയാണ്. നമ്മുടെ ഇവിടുത്തെ സജീവ പഴയ പ്രവർത്തകരും എല്ലാമായിരുന്ന നമ്മുടെ അലവി ഹാജി അദ്ദേഹം വളരെ വിഷമത്തിലാണ്, വീട്ടിലാണ്. അല്ലാഹു സലാമത്ത് നൽകുമാറാവട്ടെ. അല്ലാഹു എല്ലാ രോഗങ്ങളിൽ നിന്നും അല്ലാഹു ശിഫ നൽകുമാറാവട്ടെ. അതുപോലെ ഈ മഹത്തായ മജ്‌ലിസിലേക്ക് ഭക്ഷണവും മാംസവും ഏറ്റ ഒരുപാട് സഹോദരങ്ങൾ, ഇവിടെ കുട്ടികൾക്കുള്ള മുഴുവൻ പ്രോത്സാഹന സമ്മാനങ്ങളും 2 സഹോദരങ്ങൾ സ്പോൺസർ ചെയ്തതാണ്. അതുപോലെ ക്യാഷ് അവാർഡും മറ്റ് പലതുമായി പലവരും സഹായിച്ചിട്ടുണ്ട്. ഭക്ഷണം ഉണ്ടാക്കുന്നതിനും അത് പാക്ക് ചെയ്യുന്നതിനും ഇതിൻ്റെ ആദ്യം മുതൽ അവസാനം വരെ ഇതിനു വേണ്ടി സഹായിച്ച സഹകരിച്ച എല്ലാവർക്കും വേണ്ടി ഇൻഷാ അല്ലാഹ് ഉസ്താദ് അവരോട് ദുആ ചെയ്യും. الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيدا اللهم صل على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد اوصل اللهم ثواب قراءتنا ومدح حبيبنا محمد المصطفى صلى الله عليه وسلم اللهم انزله المقعد المقرب عندك يوم القيامة اللهم وإلى حضرات أهل الخير كلهم أجمعين اللهم أعلي درجاتهم ومقاماتهم عندك يا ذا الجلال والإكرام اللهم أمدنا بمددهم واحمنا بحمايتهم وانصرنا بنصرتهم يا خير الناصرين واحفظنا بحفظهم يا خير الحافظين اللهم وإلى حضرات أقاربنا الموتى كلهم وإلى حضرات موتى المسلمين كلهم وإلى حضرات من ماتوا منا يا ذا الجلال والإكرام خصيصا إلى حضرات من ماتوا منا يا حنان يا منان اللهم وإلى حضرات من نبيناهم يا ذا الجلال والإكرام اللهم وإلى حضرات من فارقونا من
أحزاب أهل السنة والجماعة اللهم اجعلنا واجعلهم من أهل الجنة ولا تجعلنا ولا إياهم من أهل النار اللهم ربنا وآتنا ما وعدتنا على رسلك ولا تخزنا يوم القيامة اللهم سلمنا وسلم أهلنا من كل آفات الدارين ومن كل الأمراض المخوفة المعدية يا ذا الجلال والإكرام اللهم اشف أمراضنا وأمراض مرضانا وأمراض من تعلق بنا يا شافي يا كافي يا معافي يا ذا الجلال والإكرام بمحض فضلك وجودك ومنك وكرمك يا أكرم الأكرمين ويا غياث المستغيثين أرحم الرحمن يا الله പാപികളാണ് ദോഷികളാണ് റഹ്മാനേ ഈ മജ്ലിസിനെ ഞങ്ങളിൽ നിന്ന് ഖബൂലാക്കണേ അല്ലാഹ് റബ്ബേ ഈ മജ്ലിസിനെ ഞങ്ങളിൽ നിന്ന് ഖബൂലാക്കണേ റഹ്മാനേ ഹബീബായ റസൂലുള്ളാഹ് മദീനയിലെ പച്ചക്കുപ്പക്ക് ചാതായി ഇരുന്നുകൊണ്ട് കാണുന്ന നല്ല മജ്ലിസാക്കണേ അല്ലാഹ് നല്ല മജ്ലിസാക്കണേ റഹ്മാനേ ഇവിടെ പ്രിയപ്പെട്ട കുരുന്നുകളടക്കം ഒരുപാട് കുട്ടികൾ മദഹ് പാടി ആലപിച്ചു പറഞ്ഞു അത് ഞങ്ങൾ കേട്ടു അതിനു വേണ്ടി സമയം ചിലവഴിച്ചു എല്ലാം ഹബീബായ റസൂലുള്ളാഹ് കാണുന്ന മജ്ലിസാക്കണേ അല്ലാഹ് റബ്ബേ റസൂലുള്ളാഹ് കാണുന്ന മജ്ലിസാക്കണേ റഹ്മാനേ റബ്ബേ ഈ മജ്ലിസിന്റെ ബർക്കത്ത് കൊണ്ട് ഗഫാറായ അല്ലാഹ് ഞങ്ങളുടെ ദോഷങ്ങൾ പൊറുക്കണേ അല്ലാഹ് സത്താറായ അല്ലാഹ് ഞങ്ങളുടെ അയ്ബുകൾ മറക്കണേ റഹ്മാനേ അല്ലാഹുവേ ജീവിക്കുന്ന കാലത്ത് സാഹചര്യങ്ങൾക്ക് അടിമപ്പെട്ടുകൊണ്ട് പല വിധത്തിലുള്ള ചെറുതും വലുതുമായ തെറ്റുകൾ ചെയ്തവരാണ് രഹസ്യത്തിലും പരസ്യത്തിലും ചെയ്തവരാണ് റസൂലുള്ളാഹിന്റെ മൗലിദിന്റെ ബർക്കത്ത് കൊണ്ട് ഞങ്ങൾക്ക് പൊറുക്കണേ അല്ലാഹ് ഖുർആൻ കൊണ്ട് ഏൽപ്പിച്ചവർക്ക് പൊറുക്കണേ അല്ലാഹ് കടപ്പെട്ടവർക്ക് പൊറുക്കണേ അല്ലാഹ് മജ്ലിസുമായി സഹകരിച്ച ആളുകൾക്ക് പൊറുക്കണേ റഹ്മാനേ അല്ലാഹുവേ നീറുന്ന പ്രശ്നങ്ങൾ മനസ്സിലുള്ളവരാണ് അല്ലാഹ് എല്ലാ പ്രശ്നത്തിനും ഒരു പരിഹാരം ഹബീബായ തങ്ങളെ കൊണ്ട് നൽകണേ അല്ലാഹ് ഹബീബായ തങ്ങളെ കൊണ്ട് നൽകണേ റഹ്മാനേ റഹ്മാനായ അല്ലാഹ് ഞങ്ങളെ എല്ലാ വിഷയത്തിലും ഖൈർ നൽകണേ അല്ലാഹ് സന്തോഷം നൽകണേ റഹ്മാനേ സമാധാനം നൽകണേ റഹ്മാനേ എല്ലാ വിഷയങ്ങളിലും സഹൽ നൽകണേ അല്ലാഹ് റബ്ബേ പാപികളാണ് ദോഷികളാണ് ദോഷങ്ങൾ പൊറുത്ത് ഹബീബായ തങ്ങളെ കൂടെ സ്വർഗ്ഗപ്രവേശനം ലഭിക്കുന്ന ഫാരിസീങ്ങളിൽ ഞങ്ങളെ പെടുത്തണേ അല്ലാഹ് ആശിഖീങ്ങളിൽ ഞങ്ങളെ പെടുത്തണേ റഹ്മാനേ റബ്ബേ ഞങ്ങൾ ഒരുപാട് കാലം ജീവിച്ചിട്ടുണ്ടെങ്കിലും ഹബീബായ തങ്ങളെ അങ്ങേയറ്റം പ്രണയിക്കാനുള്ള ഖൽബ് ഞങ്ങൾക്ക് ഇല്ലല്ലോ റഹ്മാനേ അല്ലാഹുവേ ഈ ഉള്ള ഖൽബിന്റെ ഈ ഖൽബിലുള്ള ഹബ്ബിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളെ ഹലാലായ മുറാദുകളെ ഹാസിലാക്കണേ അല്ലാഹ് ഞങ്ങളെ ദുനിയാവും ആഖിറവും രക്ഷപ്പെടുത്തണേ റഹ്മാനേ അല്ലാഹുവേ ഈ മജ്ലിസിൽ പല നിലക്കും സഹകരിച്ച ആളുകളുണ്ട് ഈ മജ്ലിസിൽ എല്ലാ നിലക്കും സഹായിച്ച ആളുകളുണ്ട് സഹകരിച്ച ആളുകളുണ്ട് ഇതിന്റെ പ്രവർത്തനത്തിന്റെ ആരംഭം മുതൽ ഇന്നേ വരെ സഹായിച്ച ഒരുപാട് സഹോദരി സഹോദരന്മാരുണ്ട് അവരുടെ കഴുത്തിലുള്ളതും കാതിലുള്ളതും അതുപോലെ തന്നെ കാലിലുള്ളതും ഇങ്ങനെ തുടങ്ങി എല്ലാ ആഭരണങ്ങളും കഴിച്ചുകൊണ്ട് ഈ ഇത്തരത്തിലുള്ള നല്ല സുന്ദരമായ ഒരു സ്ഥാപനം ഇവിടെ പടുത്തുയർത്തി അല്ലാഹുവേ അവർക്കൊക്കെ അർഹിക്കുന്ന പ്രതിഫലം കൊടുക്കണേ റഹ്മാനേ നാളെ സ്വർഗ്ഗത്തിൽ ഒരു വീട് കൊടുക്കണേ റഹ്മാനേ അല്ലാഹുവേ ഹബീബായ തങ്ങളെ മജ്ലിസിലേക്ക് സഹകരിച്ച ആളുകളുണ്ട് ഇന്ന് മാംസം നൽകിയ സഹോദരന്മാരുണ്ട് അരി നൽകിയവരുണ്ട് അതുപോലെ തന്നെ ശാരീരികമായി സഹായിച്ചവരുണ്ട് പതിനായിരങ്ങൾ തന്ന് സഹായിച്ചവരുണ്ട് അല്ലാഹുവേ അവരുടെ ഹലാലായ മുറാദുകൾ അറിയുന്ന നാഥാ നീ അവരുടെ എല്ലാ മുറാദുകളും ഹാസിലാക്കണേ അല്ലാഹ് റബ്ബേ ഹബീബിന്റെ മൗലിദ് പാടുന്ന പറയുന്ന ആളുകൾക്ക് ലഭിക്കുന്ന മുഴുവൻ ഖൈറാത്തുകളും ആ പാവപ്പെട്ട ഞങ്ങൾക്കും അവർക്കും നീ കൊടുക്കണേ റഹ്മാനേ അല്ലാഹുവേ പല നിലക്കുള്ള അസുഖങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്നുണ്ട് പ്രത്യേകിച്ച് ഈ മജ്ലിസിൽ പറയപ്പെട്ട ഒരുപാട് ആളുകളുണ്ട് അവർക്കൊക്കെ അജിലായ കാമിലായ ശിഫായ് റസൂലുള്ളാഹിന്റെ ബറക്കത്ത് കൊണ്ട് കൊടുക്കണേ അല്ലാഹ് റസൂലുള്ളാഹിന്റെ ബറക്കത്ത് കൊടുക്കണേ റഹ്മാനേ റബ്ബേ ഒരുപാട് ഉമ്മമാർ ഞങ്ങളുടെ മജ്ലിസിലുണ്ട് അവർക്കൊക്കെ അവരുടെ മനതലങ്ങളിൽ ഒരുപാട് അലട്ടുന്ന വേദനകളുണ്ട് യാതനകളുണ്ട് എല്ലാത്തിനും റസൂലുള്ളാഹിന്റെ ബറക്കത്ത് കൊണ്ട് ശമനം നൽകണേ അല്ലാഹ് ശമനം നൽകണേ റഹ്മാനേ അല്ലാഹുവേ ഇവിടെ ഈ മജ്ലിസിൽ ഒരുപാട് സംഭവങ്ങൾക്ക് ഏറ്റ ആളുകളുണ്ട് പ്രത്യേകിച്ച് ഫാനായിട്ട് സഹോദരനുണ്ട് ഒരുപാട്
ഒരുപാട് മുറാദുകളുണ്ട്. ഞങ്ങളുടെ ജീവിതത്തിൽ തന്നെ ഞങ്ങൾ അധ്വാനിക്കുന്നത് ഞങ്ങൾക്ക് തികയുന്നില്ല. ആ അവസ്ഥയിലും ഞങ്ങളെ പ്രിയപ്പെട്ട സ്ഥാപനങ്ങൾക്കും ദീനീ സംരംഭങ്ങൾക്കും വേണ്ടി സഹകരിക്കുന്ന ആളുകൾ അല്ലാഹുവേ, അവരുടെ ഹലാലായ മുറാദുകൾ അറിയുന്ന നാഥാ, എല്ലാ മുറാദുകളും ഹാസിലാക്കി കൊടുക്കണേ റഹ്മാനേ. ഈ പരിപാടിയുമായി സഹകരിച്ച ആളുകളുണ്ട്, സ്പോൺസർ ചെയ്ത പല വിധത്തിലും സ്പോൺസർ ചെയ്തവരുണ്ട്, അതുപോലെ തന്നെ സംഭാവന നൽകിയവരുണ്ട്, മാംസം തന്നവരുണ്ട്, ശാരീരികമായി സഹകരിച്ച ആളുകളുണ്ട്, അതുപോലെ തന്നെ പേര് പറയാത്തവരുണ്ട്, പേര് പറയാൻ ആഗ്രഹിക്കാത്തവരുണ്ട്. ഇങ്ങനെ ധാരാളം മുഅ്മിനീങ്ങളുണ്ട്, മുഅ്മിനാത്തുകളുണ്ട്. അല്ലാഹുൽ ഗയൂബായ അവരുടെ മനസ്സിലുള്ള പ്രയാസങ്ങൾ എന്താണെന്നറിയാം. തങ്ങളെ ബർക്കത്ത് കൊണ്ട് നീ എത്രയും പെട്ടെന്ന് നീ ഹാസിലാക്കി കൊടുക്കണേ അല്ലാഹ്, നീ ഹാസിലാക്കി കൊടുക്കണേ റഹ്മാനേ, അർഹമർ റഹ്മാനായ അല്ലാഹ്. ഇങ്ങനെ ഒരുപാട് ആവശ്യങ്ങൾ പറഞ്ഞവരുണ്ട്, മനസ്സിൽ കരുതിയവരുണ്ട്. എല്ലാവരുടെ ആവശ്യങ്ങളും നീ പൂർത്തീകരിച്ചു കൊടുക്കണേ റഹ്മാനേ. രോഗികൾക്ക് ശമനം നൽകണേ അല്ലാഹ്. റബ്ബേ, അപകട മരണങ്ങളെ തൊട്ട് ഞങ്ങളെ കാക്കണേ അല്ലാഹ്. റബ്ബേ, ഞങ്ങളെ പ്രിയപ്പെട്ട ഭാര്യമാരെ വിധവകളാക്കി, ഞങ്ങളെ പ്രിയപ്പെട്ട വാത്സല്യത്തോട് കൂടുന്ന മക്കളെ റബ്ബേ യതീമുകളാക്കി, പെടുന്നനെയുള്ള മരണത്തെ തൊട്ട് ഞങ്ങളെ കാക്കണേ അല്ലാഹ്. ഞങ്ങളെ മൗത്ത് നടുറോട്ടിലാക്കല്ല റഹ്മാനേ. മുറിക്കുന്ന അസുഖങ്ങളെ തൊട്ട് ഞങ്ങളെ കാക്കണേ റഹ്മാനേ. ഹബീബായ തങ്ങളെ ഈ മജ്ലിസിലെ ബർക്കത്ത് കൊണ്ട് സ്വപ്നത്തിലെങ്കിലും ഒന്ന് കാണിച്ചു തരണേ അല്ലാഹ്, സ്വപ്നത്തിലെങ്കിലും ഒന്ന് കാണിച്ചു തരണേ റബ്ബാനേ. റബ്ബേ, ഈ മജ്ലിസ് എന്തൊരു സന്തോഷത്തിലാണ് നാട്ടുകാർ കൊണ്ടാടുന്നത്. ഈ സന്തോഷം നീ നിലനിർത്തണേ റഹ്മാനേ. റബ്ബേ, ഈ ബിൽഡിംഗ് ഇവിടെ നിലനിൽക്കുമ്പോ ഒരുപാട് ആളുകൾ, കടപ്പെട്ട ആളുകളുണ്ട് റബ്ബേ, വളരെയധികം സൗമ്യമായി സഹകരിച്ച ആളുകളുണ്ട്. അവർക്കൊക്കെ അർഹിക്കുന്ന പ്രതിഫലം കൊടുക്കണേ അല്ലാഹ്. ഇനിയും സഹായം മനസ്സിൽ കരുതിയ ആളുകളുണ്ട്. ഇൻഷാ അല്ലാഹ് ഞങ്ങളെ സ്ഥാപനം അടുത്തൊരു നല്ല പരിപാടി വരുമ്പോഴേക്ക് ഇവിടെ ലംഘിമറിയണം, ഞങ്ങൾക്ക് കൺകുളിർമ നേടണം, അതിന് നല്ല പെയിന്റ് അടിക്കണം. റബ്ബേ, മനസ്സിൽ കരുതി വെച്ച ആളുകളുണ്ടാകും അല്ലാഹുവേ. അവരുടെ ഒക്കെ ഉദ്ദേശങ്ങൾ അറിയുന്ന നാഥാ, അവരുടെയൊക്കെ എല്ലാ മുറാദുകളും ഹാസിലാക്കണേ റഹ്മാനേ. കച്ചവടം ചെയ്യുന്ന സുഹൃത്തുക്കളുണ്ട്, ബിസിനസ്സിൽ പുരോഗതി നൽകണേ അല്ലാഹ്, ഖൈർ നൽകണേ അല്ലാഹ്. വീട്ടിൽ ദാരിദ്ര്യം നൽകല്ല റഹ്മാനേ. ഞങ്ങളുടെ സ്വന്തം ആവശ്യങ്ങൾക്ക് അവരന്റെ മുമ്പിൽ പോയി യാചിക്കേണ്ട ഗതികേടിലേക്ക് ഞങ്ങളെ തരം താഴ്ത്തല്ല അല്ലാഹ്, ഞങ്ങളെ തരം താഴ്ത്തല്ല റഹ്മാനേ. റബ്ബേ, ഒരിക്കലും ഞങ്ങളും മരിക്കും, ഞങ്ങളെ മയ്യിത്ത് എന്ന പേര് ഞങ്ങളെ പ്രിയപ്പെട്ട ഭാര്യ പോലും വിളിക്കും അല്ലാഹുവേ. മയ്യിത്ത് എപ്പോഴാണ് എടുക്കുക എന്ന് പലരും വന്ന് ചോദിക്കും അല്ലാഹുവേ. ആ സമയം ഞങ്ങളത് നന്നാക്കണേ റഹ്മാനേ, ആ സമയം ഞങ്ങളോട് നന്നാക്കണേ റഹ്മാനേ. അല്ലാഹുവേ, ഈമാനോടുകൂടെ ഹബീബായ തങ്ങളെ മുഖം കണ്ടുകൊണ്ട് റബ്ബേ ഹുറൂലിങ്ങളെ കൊണ്ട് ആദാ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് ഉച്ചത്തിൽ കലിമത്തു തൗഹീദ് ചൊല്ലിക്കൊണ്ട് ഹബീബായ തങ്ങളെ ലംഘുന്ന മുഖം കണ്ട് ഹുറൂലിങ്ങളെ കണ്ട് സ്കരിച്ചു മരിക്കാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ റഹ്മാനേ. റബ്ബേ, ഇവിടെ എല്ലാം മറന്ന് ഇവിടെ സഹകരിക്കുന്ന ആളുകളുണ്ട്, ഭക്ഷണം പാക്കറ്റ് ചെയ്യാൻ വേണ്ടി സഹകരിച്ച ആളുകളുണ്ട്. ഇങ്ങനെ ധാരാളം മുഅ്മിനീങ്ങളുണ്ട്, മുഅ്മിനാത്തുകളുണ്ട്. അവർക്കൊക്കെ ഖൈർ കൊടുക്കണേ അല്ലാഹ്, സാമ്പത്തിക പുരോഗതി നൽകണേ അല്ലാഹ്, ശാരീരികമായി തളർച്ച നൽകല്ല റഹ്മാനേ. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين. وصلى الله على خير خلقه